ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു ഡേ 4 ഓഫ് പട്ടായ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് നമ്മുടെ പട്ടായയിലെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ ലേറ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഇന്നലെ തന്നെ എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെഡിയായി ഇനി നമുക്ക് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ നമ്മുടെ പട്ടായയിലെ ഹോട്ടലിലെ ലാസ്റ്റത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വന്ന് ആസ് യൂഷ്വൽ നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാരിയെടുക്കുക. അപ്പോൾ ഞാനിതെല്ലാമാണ് എടുത്തത്. ഇതെല്ലാം കഴിച്ച് നേരെ റൂമിൽ ചെന്നു. ഇത്രയൊക്കെ പാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ബാൽക്കണിയിൽ നിന്ന് 2-3 വീഡിയോസൊക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ ഈ ഹോട്ടൽ മിസ് ചെയ്യുക നല്ലപോലെ. നമ്മളൊരു 3 ഫുൾ ഡേയ്സ് ഈ ഹോട്ടലിലായിരുന്നു സ്റ്റേ ചെയ്തത്. അങ്ങനെ നേരെ ലഗേജൊക്കെ എടുത്ത് താഴെത്തി. ഇന്ന് എവിടേക്കാന്നല്ലേ, ഇന്ന് നേരെ ബാങ്കോക്കിലേക്കാണ്. നമ്മൾ ഫസ്റ്റ് പോയത് ബാങ്കോക്കിലെ ബിഗ് ബുദ്ധ ടെമ്പിളിലേക്കാണ്. ബാങ്കോക്കിൽ ഇതുപോലത്തെ ഒത്തിരി ഹിസ്റ്റോറിക് ആയിട്ടുള്ള കുറേ മ്യൂസിയംസും ടെമ്പിൾസും ഒക്കെ ഉണ്ട്. ആക്ച്വലി ഈ ടെമ്പിൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഫുള്ളൊരു എസ്തെറ്റിക് വൈബായിരുന്നു കേട്ടോ. അവിടെ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുട ഫ്രീ ആയിട്ട് കിട്ടും. നല്ല വെയിലായതുകൊണ്ട് ആ കുട നമുക്ക് യൂസ് ചെയ്യാം. യൂസൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ കുട അവിടെ കൊണ്ട് ഹാങ് ചെയ്തിട്ടാൽ മതി. സത്യം പറഞ്ഞാൽ നല്ലൊരു പരിപാടി കേട്ടോ. ഇവിടെ നിന്ന് നേരെ നമ്മൾ ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലേക്ക് പോയി. ബൽത്തിന് പുറത്ത് ബെല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും അങ്ങ് അടിച്ചു. എന്തിനാ വെറുതെ നമ്മളായിട്ട് വർക്കുന്നത്, അപ്പോൾ ഞാനും അങ്ങ് അടിച്ചു. അവിടെ നിന്ന് നേരെ നമ്മൾ ലഞ്ചൊക്കെ കഴിക്കാൻ പോയി. ലഞ്ച് കഴിച്ച് നമുക്ക് ചെറിയ ഷോപ്പിങ്ങിനുള്ള ടൈമൊക്കെ തന്നായിരുന്നു. ബാങ്കോക്കിൽ വന്നപ്പോൾ ഞാൻ ഇത്രയും ട്രാഫിക് കാണുന്നത്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി ബസ് കയറി. ഇവിടെ നമ്മൾ നേരെ ക്രൂസിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്കൊരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബസ്സിൽ നിന്ന് നല്ല അടിപൊളി സൺസെറ്റ് ഒക്കെ കണ്ട് നമ്മൾ നേരെ നമ്മൾ പോകേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. ഇതൊരു മോളായിരുന്നു. ആ മോളിൽ ചെന്നിട്ട് അവിടെ നിന്നായിരുന്നു നമുക്ക് ക്രൂസ് ഡിന്നറിലേക്ക് പോകുന്നത്. ഞാൻ ഒത്തിരി മോൾസ് പോയിട്ടുണ്ടെങ്കിലും ഇത് എന്ത് അടിപൊളിയായിരുന്നു എന്നറിയോ. നമുക്ക് ആവശ്യമുള്ള എല്ലാ ബ്രാൻഡും അവിടെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ നല്ല ടയേർഡായിട്ടുണ്ട്. കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ട്രാവലിംഗ് അല്ലേ. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ആകെ 4-5 ദിവസത്തേക്കല്ലേ പോയിക്കുന്നത്. ഈ മോളിൻ്റെ പുറത്തൊരു റിവർ ഉണ്ട്. ആക്ച്വലി ആ റിവറിൽ കൂടിയാണ് നമുക്ക് ക്രൂസിൽ പോകേണ്ടത്. ഈ ഗൈസ് നിങ്ങൾ തന്നെ നോക്കുക, എന്ത് രസമായി മോള് കാണാനായിട്ട്. ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു മോൾ കാണുമ്പോൾ നമ്മൾ 2 വീഡിയോ എടുക്കാണ്ട് പോകില്ലല്ലോ. അങ്ങനെ മോളിൻ്റെ പുറത്തെത്തി. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ക്രൂസ് വരുന്നത്. ഇതിൽ നമുക്ക് വേണ്ടി മാത്രമല്ല, വേറെ ഒത്തിരി ആൾക്കാരുണ്ടാവും അതിനകത്ത്. നമുക്കൊരു ടൈം സ്ലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടൈം എത്തി. അങ്ങനെ ഞങ്ങൾ നേരെ ക്രൂസിലേക്ക് കയറി. അപ്പോൾ ചാവോ പ്രായ റിവറിലൂടെയാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. വിചാരിച്ചാൽ നമ്മൾ വല്ല ബോട്ടിങ്ങിന് പോണ പോലെയൊക്കെ ആയിരിക്കും. പക്ഷേ അത് അടിപൊളിയായിരുന്നു. നമുക്കവിടെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഡിഷസ് ആയിരുന്നു ആക്ച്വലി നമുക്ക് ഡിന്നറിന് ഉണ്ടായിരുന്നത്. കോണ്ടിനെൻ്റൽ ഡിഷസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് പേഴ്സണൽ ഫേവറേറ്റ്സ് ഒക്കെയാണ് ട്രൈ ആക്കിയത്. സത്യം പറയാലോ, നമ്മൾ എടുത്തതിൽ ഓരോന്നും ഒന്നിലൊന്നിലും ബെറ്റർ എന്ന് പറയില്ല, അത്ര അടിപൊളിയായിരുന്നു ഫുഡ്. ഒപ്പം തന്നെ അവിടെ നമുക്ക് കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പല പല കൺട്രീസിനുള്ള ആൾക്കാരായതുകൊണ്ട് എല്ലാ കൺട്രീസിനുള്ള പ്രോഗ്രാംസും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൗൺ ഫ്ലോറിനായിരുന്നു ഫുഡ് കഴിച്ചു. അപ്പോൾ ഈ അപ്പ് സ്റ്റേഴ്സിലേക്ക് ചെന്നപ്പോൾ അവിടെ എടുത്തും പ്രോഗ്രാംസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് 2 കപ്പിൾസ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു അവരെ കാണാൻ. ഞാൻ പകുതി ടൈം അവരെ നോക്കിയിരിക്കുകയായിരുന്നു. ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ പ്രോഗ്രാംസൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നേ. കുറേ ഡാൻസ് പെർഫോമൻസും മ്യൂസിക്സും ഒക്കെ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മോള്. നിങ്ങൾ തന്നെ കണ്ടല്ലോ എന്ത് വലുതായി മോളെന്ന് അറിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവിടെ ചെറിയൊരു ഡാൻസും ഒക്കെ ആയിരുന്നു. എന്തായാലും ഡാൻസ് കളിക്കല്ലേ, അപ്പം ഞാൻ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് അവിടെ ഇരുന്നു. ഒരു 3 hours പ്രോഗ്രാം ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. നല്ല ടയർഡായിരുന്നു. നേരെ ബാങ്കോക്കിലെ ഹോട്ടലിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ബാങ്കോക്കിലെ ഹോട്ടൽ വന്നിട്ട്. ഒരു നൈറ്റാണ് നമ്മളിവിടെ സ്റ്റേ ഉള്ളത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ റൂം വരുന്നത്. ഒരു നോർമൽ ഡീസൻറ്റ് റൂം എന്ന് പറയാം. ഒരു ഓവർ ഹൈപ്പിനുള്ളതൊന്നുമില്ല, എന്നാൽ ഒരു നോർമൽ സ്റ്റാൻഡേർഡ് റൂം അത്രയേ ഉള്ളൂ. നമുക്ക് പിന്നെ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഒന്ന് കിടന്നുറങ്ങണം. നാളെ രാവിലെ നമ്മൾ വീണ്ടും ചെക്കൗട്ട് ചെയ്ത് നമ്മൾ ഇറങ്ങും. ഒരു ബാൽക്കണിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ബാൽക്കണി എന്നുള്ള വ്യൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബാക്കി നാളെ ബാങ്കോക്കിലെ വിശേഷങ്ങളായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ.